ഇനി ആർ സി ബിയുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. ബാക്ക് ടു ബാക്ക് IPL ടൈറ്റിൽസ്. 2010-11 ചെന്നൈ സൂപ്പർ കിങ്സ്, 2019-20 മുംബൈ ഇന്ത്യൻസ്, 2020, 25, 26 RCB. ക്വസ്റ്റ്യൻ മാർക്കാണ് അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ദേ ആർ ഓൾ സെറ്റ് ടു പ്ലേ ദ ഫൈനൽ ആൻഡ് ഒപ്പോണന്റ് ആരായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി അവർക്ക് മുന്നിലുള്ള ചോദ്യം. If it is SRH, if it is Rajasthan Royals, they would have a competition. If it is Gujarat again, they're not going to get any competition from Gujarat. അത് ഒരു ഷുവർ ക്ലോസ് ആണ്. കാരണം RCB ഇന്നത്തെ പ്രകടനം, they had done a big homework to bring down the top 3 of Gujarat Titans. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ് വാട്ട് ഈസ് ദ സ്ട്രെങ്ത്. സായ് സുദർശൻ, ശുഭ്മൻ ഗിൽ ആൻഡ് ജോസ് ബട്ട്ലർ, ഈ 3 പേര് കെട്ടടങ്ങിയാൽ അവിടെ ഗുജറാത്ത് ടൈറ്റൻസ് അവസാനിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അന്നത്തെ മത്സരത്തിൽ ആ ചേസ്. യെസ്, ദേ വർ ചേസിങ് 252. അതിനോട് ചേർന്നൊന്ന് പ്രവർത്തിക്കാൻ അവർക്ക് ഒരിക്കൽ പോലും സാധ്യമായില്ല. ഹിറ്റ് വിക്കറ്റ് ഫേറ്റ് ഓഫ് സായ് സുദർശൻ. ഭുവനേശ്വർ കുമാർ 14 തവണയാണ് ദ കറന്റ് ഇന്ത്യൻ ക്യാപ്റ്റനെ മുട്ടുമടക്കിയത്. ഇനി ജോസ് ബട്ട്ലർ വാസ് വെൽ മാനേജ്ഡ് ബൈ ഹേസൽവുഡ്. എങ്ങനെ ആ 3 വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ കളി കൃത്യമായിട്ട് RCBയുടെ പാളത്തിലെത്തി. ആൻഡ് ക്യാച്ചസ് വിൻ മാച്ചസ്, അതൊരു വലിയ പോയിന്റാണ്. രജത് 20 ആ ഒരു ക്യാച്ച് കൊടുത്തു, അതവർ ഡ്രോപ്പ് ചെയ്തു. ആൻഡ് വേർ ഹി എൻഡഡ് അപ്പ്, ദ ക്യാപ്റ്റൻ മെയ്ഡ് എ ബിഗ് 93 ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് വാസ് ദ കീ ഇൻ ദ 252. തുടക്കം മുതലേ RCB ആക്രമിച്ചാണ് കളിച്ചത്. 270 പരം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശി തുടങ്ങിയ വെങ്കടേഷ് അയ്യർ വൺസ് അഗെയിൻ 19 ഔട്ടായി. പക്ഷെ അദ്ദേഹം ഒരു ക്ലച്ച് സ്റ്റാർട്ട് കൊടുത്തു. ദെൻ കോഹ്ലി, ദേവദത്ത് പടിക്കൽ ആസ് ഓൾവേസ് സ്റ്റൈലിഷ് ആൻഡ് സ്മൂത്ത്. അതിനുശേഷം വന്ന രജത്, കൃണാൽ പാണ്ഡ്യ ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് ജിതേഷ് ശർമ്മ. എവ്രി വൺ കോൺട്രിബ്യൂട്ടഡ് വിത്ത് ദ ബോൾ. ഭുവനേശ്വർസ് മാജിക്, ഹേസൽവുഡ് മാജിക്, ഇറ്റ്സ് ഓൾ ഇൻ പാർട്ട് ഓഫ് RCB.